എൻ്റെ മെഡിക്കൽ ടീമിൽ പോലും ഒരു തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അവൻ മാസ്ക് ഇട്ടാണ് വരുന്നത്. അവൻ്റെ വീട്ടുകാരോട് ഗിറ്റാർ ക്ലാസ്സിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെയാണ് പലരും അവിടെ എത്തുന്നത്. അപ്പോൾ ഒരാൾ മിസ്സിംഗ് ആയി എന്ത് ചെയ്യും? CJPക്ക് അറിയില്ല ഒരു കുന്തം അവിടുത്തെ. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് CPR കൊടുത്തുകൊണ്ട് ഞങ്ങൾ വന്നത്. പേഷ്യൻറ്റ് കൊളാപ്സ് ആയി. ജൻപത് മെട്രോയുടെ 2-ൽ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ഒരു 10,000 പേര് അവിടെ നിൽപ്പുണ്ട്. വേറെ ആരുമില്ല. ഞങ്ങളുടെ എൻ്റെ ഉള്ള ഒരു ഡോക്ടർ അവിടെ നിൽപ്പുണ്ട്. വേറെ ഒരാളില്ല. ഞാൻ ഓടിയാണ് എത്തുന്നത്. ഓടിന്ന് പറഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ ഞങ്ങൾ അവിടെ നിന്ന് ഓടിയാണ് എത്തുന്നത്. ഞാൻ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളപ്പോൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത സംഭവങ്ങളെല്ലാം ഈ പിള്ളേരെല്ലാം ഞങ്ങളുടെ പിള്ളേരാണ്. ഞങ്ങൾ PG ചെയ്യുന്നവരാണ്. അവൻ ഓർത്തോ PG ആണ്. ഞാൻ ചെല്ലുമ്പോൾ അവൻ വിറയ്ക്കുക അവിടെ ഇരുന്ന്. കാരണം അവൻ തലേദിവസം മൊത്തം അവിടെ ഉണ്ടായിരുന്നു. അവൻ രാവിലെ പോയി അവൻ്റെ ഡ്യൂട്ടി PG ചെയ്തിട്ടാണ് അവൻ അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന് എനിക്കറിയാം, അവനെ കണ്ടറിയാം അവൻ ഓൾറെഡി വയ്യ. കാരണം അത്രയും ദിവസത്തെ പണി അവൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് അവനത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ആശുപത്രി അധികൃതർ എന്താണ് നിങ്ങളോട് പറയുന്നത്? അങ്ങനെ ഒരു പേഷ്യൻസ് ഇവിടെ ഉണ്ടോ എന്ന് തന്നെ അവർ കൺഫേം ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 1,500 ഡോക്ടേഴ്സ് ഉണ്ട്. ആ 500 ഡോക്ടേഴ്സിനെ കൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞു അങ്ങനത്തെ പേഷ്യൻസിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടേ ഇല്ല. കുറേ പേര് പറഞ്ഞു റെസിഡൻസിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്നും പുറത്തു വിടരുതെന്ന്. സോ ഇതിന് മുൻപും ആ ആൾക്കാർ ആരാന്ന് നമുക്കറിയില്ല. കാരണം അവരുടെ കൂടെ വേറെ ആരുമില്ലായിരുന്നു. അവരുടെ ഒരു ഡീറ്റെയിൽസും ഇല്ല നമ്മുടെ കയ്യിൽ. ഇപ്പോൾ CM എന്താണ് നിങ്ങളോട് പറഞ്ഞത്? CM അവർ ഞങ്ങൾ സംസാരിക്കില്ല എന്ന്. അങ്ങനൊന്നും ഇല്ല. അങ്ങനൊന്നും ഇവിടെ ഇല്ല. അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഹു ആം ഐ ടു ആസ്ക് ഫോർ ഇറ്റ്. ഞാൻ പറഞ്ഞു സർ ഞങ്ങളിലായിരുന്ന ആൾ മരിച്ചേനെ. ആളെന്ത് ചോദിച്ചു ഇപ്പം നിങ്ങളുടെ കെയറിലല്ലോ അപ്പം പിന്നെ എന്തിനാണ് ചോദിക്കുന്നതെന്ന്. ഞാനിവിടെ 11 മണി തൊട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാം 11 മണി തൊട്ട് ഇരിക്കുക 3 മണി വരെ ഇരിക്കുക. 3 മണിയായപ്പോൾ അങ്ങനെ പുറത്തോട്ട് വന്നു. പുറത്തോട്ട് വന്ന് ഞാൻ പറഞ്ഞു സർ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഹിയർ. ഹി സെഡ് സോ വാട്ട് ആൻഡ് ഹി ജസ്റ്റ് വാക്ക്ഡ് അവേ. So I am not blaming him because he will be under pressure also from whoever is there at the top. But we need to know whether those kids are alive or dead. What if they are dead and they are burying it? ഇവിടെ അവർക്ക് വേണമെങ്കിൽ എന്താ അൺഐഡന്റിഫൈഡ് ബോഡിയിട്ട് അവരെ ക്യാൻസൽ ചെയ്യാം. അവരുടെ പേരൻസ് പോലും അറിയില്ല അവരിവിടെ വന്നിട്ടുണ്ടെന്ന് പോലും. കാരണം ഒത്തിരി പേര് ഇവിടെ അവരുടെ പേരൻസ് അറിയാതെയാണ്. എൻ്റെ മെഡിക്കൽ ടീമിൽ പോലും ഒരു തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അവൻ മാസ്ക് ഇട്ടാണ് വരുന്നത്. അവൻ്റെ വീട്ടുകാരോട് ഗിറ്റാർ ക്ലാസ്സിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെയാണ് പലരും അവിടെ എത്തുന്നത്. അപ്പോൾ ഒരാൾ മിസ്സിംഗ് ആയി എന്ത് ചെയ്യും? CJPക്ക് അറിയില്ല ഒരു കുന്തം അവിടുത്തെ.